എനിക്ക് അതിലൊന്നും അഭിപ്രായമില്ല. സീരിയൽ അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയല്ലേ? സീരിയൽ അഭിനയിക്കുന്നതിന് എനിക്ക് ഏറ്റവും കൂടുതൽ ടെലിവിഷന് അംഗീകാരം കിട്ടിയിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയിരിക്കുന്ന കുടുംബവിളക്കത്തെ വേദിക റോൾ ചെയ്തു കഴിഞ്ഞിട്ടാണ്. സോ ഐ ടോട്ടലി റെസ്പെക്ട് ദ ടെലിവിഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പൊ ഞാൻ കുറച്ച് മൂവി ചെയ്ത് എന്നാൽ ടെലിവിഷനും ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയിൽ നിന്നും കുറെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, ടെലിവിഷൻ സൈഡിൽ നിന്നും സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, പല പ്ലാറ്റ്ഫോമിൽ നിന്നും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതല്ല നമ്മളുടെ ഇന്നത്തെ ഒരു നമ്മളുടെ ഇന്നത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയതമയാണ്. സോ പ്രിയതമനെ പറ്റി സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ. ഭൂരിഭാഗം ആൾക്കാരും വിളിച്ചിട്ടില്ല, കുറച്ച് ആൾക്കാരെ ഇനി വിളിക്കാനുണ്ട്. എന്നോട് പേഴ്സണലി എനിക്കും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങളൊക്കെ ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ? അത് അഭിഷേക് അല്ല എന്റെ ആൻസർ തരാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് അഭിഷേക് ശ്രീകുമാർ. അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത്. അപ്പം അത് ആളുടെ പോയിന്റ് ആണ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആണ്, കുറച്ച് പേര് സൈലന്റ് ആണ്. അവരവരുടെ ഒരു ബിസി ഷെഡ്യൂൾ ആയിരിക്കാം. അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മള് പല കാര്യങ്ങൾ, പല വർക്കുകൾ, നമ്മളെല്ലാരും ബിസിയാണ്. സോ അല്ല, കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെ കൂട്ടി ചേർത്തിട്ടാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാരും പോകേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാരും വരാറില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും വരാൻ സാധിക്കില്ല. എനിക്കറിയത്തില്ല, അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അർജുൻ ശ്രീധുവിൽ കണ്ട ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും? ഇഷ്ടപ്പെട്ടൊരു കാര്യം? അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം തിരിച്ചു. ശ്രീധുവിനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ ത്രോട്ട് പറയുമ്പോൾ ശ്രീധുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അർജുന്റെ കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചു നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാം? ഈ ത്രോട്ട് പറഞ്ഞ സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ഞങ്ങളുടെ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തല്ലോ. ഇപ്പൊ ശ്രീതുനെ കോൾ വിളിച്ച് വെച്ച ഉടനെ അർജുനെ കോള് വന്നെ മനസ്സിലായി. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ട് കോള് വിളിക്കും, ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. സോ അതാണ് സത്യം. സോ ആദ്യം ശ്രീതുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു, ശ്രീതു കംഫർട്ട് ആണോ? ഷീറ്റോൾ ചേച്ചി പ്രൊഫഷൻ ആണോ? ഐ എം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു, അർജുൻ ഹാപ്പിയാണ് വിത്ത് സോ ഹി ടോൾഡ് ഐ എം ഓക്കെ ഡീൽ. ആൻഡ് അവിടെ വന്നിട്ട് ദേ ആർ പക്ക പ്രൊഫഷണൽ. They are good buddies also. They are like my bro and sis. So എനിക്ക് അവര് തന്ന ഒരു കംഫർട്ട് അടിപൊളിയായിരുന്നു. I am so happy with them. Okay. Thank you. വിനോദ് ലാസ്റ്റ് പറയുന്നത്. അപ്പം ഇപ്പൊ ഓൾറെഡി ഗോസിപ്പുകൾ വിറ്റ് മാർക്കറ്റ് ആക്കി എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ഗോസിപ്പ് വരുന്നത് ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് റീച്ച് നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും. അവർ സമ്മതിച്ചുണ്ടോ? നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്ട് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അവര് റീച്ച് ആരുടെ ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റ് അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റേഴ്സ്. ബിക്കോസ് നമ്മളെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ? ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണും, ലൈക്ക് ചെയ്യും. സോ എല്ലാം മിക്സ് വേണം, ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. സ്റ്റാർട്ടിങ് ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ചകാലം നല്ല അവർ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമില് തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി സീരിയസ്ലി ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു. എന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, കമ്പനിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെ കാര്യമില്ല. ഞാൻ എക്സാമ്പിൾ ചോദിക്കുക. റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രെയിമിൽ നമുക്ക് കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്
വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല.